കുട്ടികളെ, നമുക്ക് ഒന്നാമത്തെ പാഠം, ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് നോക്കാം അല്ലേ? നിങ്ങൾക്കൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും, എന്നാലും ഒന്ന് മേലെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഇക്കായി ഏക്ക് യൂണിറ്റ് 1. 2 കുട്ടികളുടെ ചിത്രമുണ്ട്. കുട്ടികളുടെ കയ്യിൽ എന്തുകൊണ്ട്? 2 പ്രാണികളുണ്ട്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. ബാഗൊക്കെ പുറത്തുണ്ട്, പിന്നെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അതിൽ താഴെ ഒരു കള്ളിയിൽ എഴുതിയിട്ടുണ്ട്, പ്യാർ ബാരിഷ് കി പഹലി ബൂന്തോ മേ ഹെ, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. അപ്പോൾ എല്ലായിടത്തും പ്യാർ പ്യാർ പ്യാർ. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും സ്നേഹം, പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം എല്ലായിടത്തും ഉണ്ട് എന്നാണ് നമ്മൾ വള്ളത്തോൾ പറഞ്ഞ പോലെ. വള്ളത്തോൾ എന്താ പറഞ്ഞത്? സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും സ്നേഹം, സ്നേഹമില്ലാതെ ഒന്നും നടക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് മുഴുവൻ ചർച്ച ചെയ്യുന്നത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സൗഹൃദവും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരുടെയും സൗഹൃദം കണ്ടില്ലേ? അപ്പം ഇങ്ങനെ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളാണ് നമ്മുടെ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠം ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നേരത്തെ നിങ്ങൾ പ്രാണികളെ കണ്ടില്ലേ? ആ കുട്ടികളെ തന്നെ ഇപ്പുറത്തെ പേജിലുണ്ട്. ഒരു ചുവന്ന പ്രാണി, അതാണ് ബീർ ബഹൂട്ടി. അതിന് പറയുക ബർസാത്തി കീട, മഴക്കാലത്തെ പ്രാണി എന്നാണ് പറയുക. ഈ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള പ്രാണികളുണ്ട്, പക്ഷേ ആ രൂപത്തിലും ഭാവത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ, ഇവിടെയുള്ള ആൾക്കാരെ പോലെയല്ലല്ലോ അങ്ങുള്ളത്. അതുപോലെ തന്നെ പ്രാണികളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള പ്രാണി ഇവിടുത്തെ പ്രാണിയെ പോലെയല്ല, കുറച്ച് വ്യത്യാസമുള്ള മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു പ്രാണി, അതാണ് ബീർ ബഹൂട്ടി. ഇപ്പോൾ ബീർ ബഹൂട്ടി എന്നുള്ളത് ഒരു കഥയാണ്, കഹാനി. അത് എഴുതിയ ആളോ? പ്രഭാത്. കഹാനി എഴുതിയ ആളെ പേര് പ്രഭാത്. പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്, ബീർ ബഹൂട്ടി 3 കോളം, അത് ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. ബീർ ബഹൂട്ടി കഥയുടെ പേര്, അത് എന്ത് പ്രവൃത്തിയാണ്? കഥയാണോ കവിതയാണോ എന്നുള്ളത്? കഹാനിയാണ് ഇവിടെ, കഹാനി. മൂന്നാമത്തത് എഴുതിയ ആളെ പേര്, അത് പ്രഭാത്. ചിലപ്പോൾ 4മതൊരു കോളം കൂടി വരാറുണ്ട്, അത് കഥാപാത്രം, അത് ബേല സാഹിൽ. ഈ കഥയിലെ കഥാപാത്രമാണ് ബേലയും സാഹിലും. ഇങ്ങനെ 4 കോളം വെച്ചിട്ടുള്ളത് വരാം. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ബാദൽ ബഹുത്ത് ബരസ്ലിയത്തെ, മേഘം ഒരുപാട് പെയ്തിരിക്കുന്നു. ബാദൽ, ബാദൽ മാനെ മേഘ്. മേഘ് അർത്ഥമേം പ്രയുക്തി ശബ്ദ കെ ബാദൽ. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക. ബാദൽ എന്നുള്ള അർത്ഥം എന്താണെന്നല്ല ചോദിക്കുക. മേഘ് അർത്ഥമേം പ്രയുക്തി ശബ്ദ കോൺസാ ഹെ? യഹ ബാദൽ. ഫിർ ഭി ബഹുത് സാരാ പാനി ഉന്മേം ബച്ചാ ഹുവാ താ. മേഘങ്ങൾ ഒരുപാട് പെയ്തിരിക്കുന്നു, എന്നാലും ഒരുപാട് വെള്ളം അവയിൽ അവശേഷിക്കുന്നു. അതായത് മഴ മുഴുവനും പെയ്തില്ല, മേഘങ്ങൾ ഇനിയും ആകാശത്തുണ്ട്. വേ കേത്തവും ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേ. അവ വയലുകളുടെയും കാടുകളുടെയും മേലെ വ്യാപിച്ചിരിക്കുന്നു. സാരാ ആകാശ് മേഘോം സേ ഭരാത്ത. ആകാശം മുഴുവൻ മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകാശ്, ആസ്മാൻ മറ്റൊരു വാക്കാണ്, ആസ്മാൻ. സാരാ ആകാശ് എന്നുള്ളത്, സാര എന്നുള്ളത് വിശേഷണമാണ്. മേഘോം സേ ഭരാത്ത, മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മേഘവും കി ഛായാവുമേ, ആകാശം മുഴുവൻ മേഘങ്ങളാകുമ്പോൾ നമുക്കറിയാം ഇരുണ്ട ഭൂമിയായിരിക്കും. അപ്പം അതാണ് മേഘത്തിൻ്റെ നിഴൽ എന്നൊക്കെ പറയുന്നത്. മേഘങ്ങളുടെ നിഴലിൽ ഗീലി ഹവായും ഇതർ ഉദർ ഗൂം രഹീതി. നനഞ്ഞ കാറ്റ്, ഗീലി ഹവ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ഗീലി. ഗീലി ഹവായും ഇതർ ഉദർ ഗൂം രഹീതി, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പേടോം കെ തനെ, മരച്ചുവട്, മരത്തിൻ്റെ ചുവടുകൾ അബീബി ഗീലേത്തെ, ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. ഗീലേത്തെ, ഗീല നനഞ്ഞ. മൂങ്ഫലിയോ കെ ഹരേ ഖേത്തോമേ, മൂങ്ഫലി നിലക്കടല, നിലക്കടലയുടെ ഹരേ ഖേത്തോമേ പച്ചപ്പാടങ്ങളിൽ, ഹരേ വിശേഷണമാണ് ഹരേ, ഹരേ ഖേത്തോമേ പച്ചപ്പാടങ്ങളിൽ, പീലേ ഫൂൽ മഞ്ഞപ്പൂക്കൾ, അവിടെ പീലേ എന്നുള്ളത് വിശേഷണമാണ്, പീലേ ഫൂൽ മഞ്ഞപ്പൂക്കൾ, അബീബി ഗീലേത്തെ ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂങ്ഫലിയോ കെ ഫൂൽ കാ രംഗ് ക്യാ ഹെ? മൂങ്ഫലിയോ കെ ഫൂൽ കാ രംഗ് പീല ഹോത്താ ഹെ, പീലേ ഹെ. അപ്പോൾ നിലക്കടലയുടെ പൂവിൻ്റെ നിറം മഞ്ഞയാണ്. അത് പരീക്ഷയ്ക്ക് വരുന്ന 1 മാർക്കിൻ്റെ ചോദ്യമാണ്. കേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാത്ത, വയലുകളിൽ ചെറിയ ചെറിയ ചോളങ്ങൾ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ബാജ്രയ്ക്ക് ലംബേ പത്തലേ പാത്തോമേ പാനിക്ക് ബൂന്തേം അട്ക്കി ഹുയെത്തി. ആ ചോളത്തിൻ്റെ നീളമുള്ള മെലിഞ്ഞ ഇലകളിൽ വെള്ളത്തുള്ളികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ബാരിഷ് കി ഹവ, മഴക്കാലത്തെ കാറ്റിൽ, ഗീലേ കേത്തോം ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയെത്തി. മഴക്കാലത്തെ കാറ്റിൽ നനഞ്ഞ പാടത്തിൻ്റെയും അതുപോലെ തന്നെ മഴക്കാലത്തെ പച്ചപ്പിൻ്റെയും ഗന്ധം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഗീലേ കേത്ത്, ഉസ്മേ വിശേഷൻ ഗീല ഹെ. അപ്പോൾ लंबे पतले पातों में, कंडले बाजरे, बाजरे के पत्तों की विशेषता क्या है?
വേ ലംബേ ഹെ ഓർ പത്ലെ. പാത്ത് എന്ന് പറഞ്ഞാൽ പത്തയാണ് കേട്ടോ. പാത്ത് പത്ത. ലംബേ ഹെ ഓർ പത്ലെ ബി ഹെ. ഉസ്മേ പാനി കി ബൂന്ദേ മടക്കി ഹുയി തി. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒന്നാമത്തെ പാരഗ്രാഫിൽ ആ ഒരു വയലിനെ പറ്റി ഒരുപാട് വിവരിച്ചിരിക്കുകയാണ്. വയൽ എങ്ങുന്ന മഴക്കാലത്തെ ഒരു അന്തരീക്ഷം, വയൽ അതിൻ്റെ ഒരു മഴക്കാലത്തെ അന്തരീക്ഷത്തിൽ വയൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയാട്ടെ. ഉന്നയം ബീർ ബഹൂട്ടിയും സെ മിൽന ഹോത്താത്ത. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണേണ്ടിയിരിക്കുന്നു. ഉന്നയം കിനേം ആർക്കാണ്? ബേല ഓർ സാഹിൽ കോ. അപ്പോൾ ഇവിടെ പറഞ്ഞില്ല, നമുക്കറിയാം. ബേല ഓർ സാഹിൽ കോ ബീർ ബഹൂട്ടിയും സെ മിൽന ഹോത്താത്ത. സോ വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നിക്കൽ ആത്തെ തെ. അപ്പോൾ അതിനുവേണ്ടി അവർ വീട്ടിൽ നിന്ന് അല്പനേരം മുന്നേ ഇറങ്ങി വരും. സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് അല്പനേരം മുന്നേ ഇറങ്ങുമായിരുന്നു. കസ്ബെ സെ സട്ടെ, ആ ചെറിയ ടൗണാണ് കസ്ബ. കസ്ബെ സെ സട്ടെ, ആ ചെറിയ ടൗണിനോട് ചേർന്ന. ഇൻ കേത്തോമെ, ഈ വയലുകളിൽ ബീർ ബഹൂട്ടിയാം ഖോജ കർത്തേത്തെ, ബീർ ബഹൂട്ടികളെ പരതുമായിരുന്നു, അന്വേഷിക്കുമായിരുന്നു. ഖോജിന ഡൂണ്ടിന തലാഷ് കർണ. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം, നല്ല രക്തവർണ്ണമായ, സുർക്ക് ചുവന്നു തൊടുത്ത രക്തവർണ്ണമായ, മുലായം സോഫ്റ്റായ, ഗദ്ബദി അതും സോഫ്റ്റ് മൃദുലമായ തന്നെയാണ് അർത്ഥം. ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂനിക്കി പ്യാരി പ്യാരി ബൂന്തേം. ഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രക്തത്തുള്ളി, നല്ല ഓമനത്തമുള്ള രക്തത്തുള്ളികൾ പോലെയുണ്ട് ഈ ബീർ ബഹൂട്ടികളെ കാണാൻ. അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ബീർ ബഹൂട്ടിയോക്ക് വിശേഷത ക്യാ ഹെ? സുർക്ക് മുലായം ഗദ്ബദി. അത് മൂന്നും മറന്നു പോകരുത്. പരീക്ഷയ്ക്ക് ചിലപ്പം ബ്രാക്കറ്റിൽ ഇത് ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ അതിലേതാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ കൊടുത്തിട്ട്. പിന്നെ 2 മാർക്കിന് ചോദിച്ചാൽ ഇത് മുഴുവനും എഴുതണം. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം, ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻകി പ്യാരി പ്യാരി ബൂന്തേം, അത് അത്ര വരെ എഴുതണം. ഉൻകെ ബസ്തെ, അവരുടെ ബാഗുകൾ. ആരുടെ? ഉൻ ബച്ചോക്കെ ബസ്തെ, ആ കുട്ടികളുടെ ബാഗുകൾ. ഉൻകി പീട്ട് പർ, അവരുടെ പുറത്ത് ലതേ ഹോത്തേത്തെ, തൂക്കിയിട്ടിട്ടുണ്ടാവും. കന്തോം പർ ടങ്കേ ഹോത്തേത്തെ, ഷോൾഡറിലൂടെ തൂക്കിയിട്ടിട്ടുണ്ടാവും. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രക്കർ, അവർ മറ്റൊരാളുടെ വളരെ അടുത്ത് നിന്നിട്ട്, നസ്ദീക് പാസ്, അടുത്ത്, ഒരാൾ മറ്റൊരാളുടെ വളരെ അടുത്ത് നിന്നിട്ട്, ബൽക്കി കൈനാച്ചാക്കിയെ ബിൽക്കുൽ സട്കർ, പക്ഷേ ഇങ്ങനെ പറയണം, വളരെ മുട്ടി നിന്നുകൊണ്ട്, ചേർന്ന് നിന്നുകൊണ്ട്, ഒട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട്. ബീർ ബഹൂട്ടി അങ്കോസ്തെത്തി, ബീർ ബഹൂട്ടികളെ പരതുകയാണ്. ഖോജന പറഞ്ഞു. ഉനേം ദേഖനെക്കിലെ, അവയെ കാണാൻ. ഉനേം കിനേം ബീർ ബഹൂട്ടിയോങ്കോ ദേഖനെക്കിലെ. വേ ബാരിഷ് കി ഗന്ധ് ഭരി ബുരി ജമീൻ പർ ബൈഠ് ജായാ കർത്തെ തെ. അവർ മഴക്കാലത്തെ ഗന്ധമുള്ള ആ തവിട്ട് ഭൂമി, ബുരി ജമീൻ, തവിട്ട് ഭൂമി, അപ്പോൾ ജമീൻ കി വിശേഷത ബുരി, ഇപ്പോൾ ബൈഠ് ജായാ കർത്തെ തെ, ഇരിക്കുമായിരുന്നു. അപ്പോൾ അവയെ കാണാൻ ബീർ ബഹൂട്ടിയോങ്കോ സെ മിൽനെ കെ ലിയെ. അപ്പോൾ ഉനേം സർവനാം വേ, വേ പ്ലസ് കോ ഉൻകോ ഉനേം, എ പ്ലസ് കോ ഇൻകോ ഇനേം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ കള്ളിയിലൊക്കെ വരഞ്ഞ് പഠിച്ചാൽ ശ്രദ്ധിക്കണം. വേ കോൻകോനയുടെ വേ എന്ന അവർണ്ണന ആരൊക്കെയാണ്? ബേല और സാഹിൽ. ക്യാ करते थे? बारिश की गंध भरी बुरी जमीन पर बैठ जाया करते थे. ഇനി 2 മാർക്കിനോ 3 മാർക്കിനോ ബീർ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബീർ ബഹൂട്ടിയോം സെ മിൽനെ കെ ലിയെ ബേല और സാഹിൽ ക്യാ ക്യാ करते थे എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? വേ घर से कुछ देर पहले निकल आते थे, खेतों में ബീർ ബഹൂട്ടിയാം खोजते थे. പിന്നെ എന്ത് എഴുതാം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ബാരിഷ് കി ഗന്ധ് ഭരി ബുരി ജമീൻ പർ ബൈഠ് ജായ കർത്തെ തെ, ഏക് ദൂസരെ സെ സട്കർ ബീർ ബഹൂട്ടിയാം ഖോജ്തെ തെ, ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി അടുത്തത് ഒരു സംഭാഷണത്തിലേക്കാണ് പോകുന്നത്. സാഹിലാണ് പറയുന്നത് ആദ്യം. ബേല ദേക്കോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ, സാഹിലിനെ കഹ. ബേല നോക്കൂ, ഈ ബീർ ബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവപ്പാണല്ലോ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? വീണ്ടും സാഹിൽ തന്നെയാണ് പറയുന്നത്. നീ എന്തെങ്കിലും കേട്ടോ ബേല? കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വാർത്താലാപ് ചോദിക്കുകയാണെങ്കിൽ, ഈ ഭാഗത്തെ പറ്റി വാർത്താലാപ് എഴുതാനുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഇപ്പോൾ രണ്ടും ഒരാൾ പറഞ്ഞത് തന്നെയല്ലേ വന്നത്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എഴുതണ്ടേ? പിന്നെ അതാകെ 4 എണ്ണം ഉള്ളത്, അതിൻ്റെ 3 എണ്ണം ഒരാൾ പറയുന്നതാണ്. നമ്മളൊരു 6 എക്സ്ചേഞ്ചെങ്കിലും വേണം നമുക്ക്. അപ്പോൾ ബേല ആദ്യം സാഹിൽ, ബേല ദേക്കോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ. പിന്നെ അടുത്ത ബേല പറയണ്ടേ? ആ സച്ച്, ആ സത്യം. പിന്നെ ആദ്യം സാഹിൽ പറയുന്നു, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? പിന്നെ അവിടെ ആദ്യം സാഹിൽ പറയുന്നു, ബേല പറയുന്നു, ഹാ സുന പഹ്ലി ഗണ്ടി ലഗൈ, ഫസ്റ്റ് ബെല്ലടിച്ചിരിക്കുന്നു. പിന്നെ ആദ്യം സാഹിൽ പറയുന്നു, ലേക്കിൻ മുജെ പെൻമേ സ്യാഹി ബി ബർവാനി ഹെ ദുക്കാൻ സെ, പക്ഷേ എനിക്ക് പെന്നിൽ മഷി കൂടി നിറക്കേണ്ടിയിരിക്കുന്നു കടയിൽ നിന്ന്. അപ്പോൾ കിസ്കോ സ്യാഹി ബർവാനി ഹെ,
साहिल को स्याही भरवानी है. इसके लिए वे कहाँ जाते हैं? दुकान जाते हैं. कहाँ से स्याही भरवानी है? दुकान से भरवानी है. അപ്പോൾ ഇനി ലാസ്റ്റ് ആദ്യം ബേലക്ക് ഒരു സംഭാഷണം കൊടുക്കണമല്ലോ. ബേലക്ക് രണ്ടെണ്ണല്ലേ ഉള്ളൂ. എന്താ കൊടുക്കുക? ആ ചലോ ജൽദി, അല്ലെ ജൽദി ദൗഡോ, ആ പോകാം, ജൽദി ദൗഡ്, വേഗം ഓട് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ രണ്ടാൾക്ക് മൂന്നെണ്ണം വെച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു. വളരെ എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇങ്ങനെ എഴുതിയാൽ മതി സംഭാഷണം ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇത്ര ആദ്യത്തെ ഭാഗത്തൊക്കെ നിങ്ങൾ ഒരുപാട് വിവരണം കണ്ടു അല്ലേ. ഒരു ദൃശ്യത്തെ, ഒരു വയലിൻ്റെ ദൃശ്യത്തെ വളരെ ഭംഗിയിൽ വിവരിച്ചിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ വിവരിച്ചത്? ഇനി നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് തിരക്കഥയ്ക്ക് വേണ്ടിയാണ്. തിരക്കഥ എഴുതുമ്പോൾ വിവരണം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ തിരക്കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പാഠം നമുക്ക് തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള പാഠമാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ TV എന്ന് പറഞ്ഞ തിരക്കഥ പട്കഥ പഠിച്ചിട്ടുണ്ട്. ആ പട്കഥയെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പട്കഥ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ആ പട്കഥയെ ഒന്നുകൂടി ഉറപ്പിക്കലാണ് നമ്മൾ ഈ പാഠത്തിലൂടെ. 10ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തിൽ തന്നെ പട്കഥയെ പറ്റിയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ പട്കഥ നമ്മളിവിടെ ഉറപ്പിക്കണം. നമുക്കിനി പട്കഥ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പട്കഥക്ക് 6 പോയിൻറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ട് 6 പോയിൻറ്റ്സ് പട്കഥക്ക് നിർബന്ധമായിട്ടും വേണം. ഒന്നാമത്തത് ഘട്ടന. ഘട്ടന എന്നുള്ളത് എവിടെ നിന്ന് കിട്ടും? ചോദ്യത്തിലാണ് ഉണ്ടാവുക. അതായത് എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് ആ സംഭവത്തിൻ്റെ തിരക്കഥ ഉണ്ടാക്കാനാണ് പറയുക. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം സംഭവം തന്നിട്ട് തിരക്കഥ ഉണ്ടാക്കാനല്ലേ പറയുക. അപ്പോൾ ആ സംഭവം എവിടെ ഉണ്ടാവും? അവിടെ ചോദ്യത്തിൻ്റെ ഭാഗത്താണ് സംഭവം ഉണ്ടാവുക. അപ്പോൾ ഈ നമ്മുടെ പഠിച്ച 1ാമത്തെ സീൻ തിരക്കഥയാക്കുകയാണെങ്കിൽ എന്തായിരിക്കാം സംഭവം? साहिल और बेला बीर बखूटियों को ढूंढने के लिए, खोजने के लिए खोजने के लिए खेत में जाते हैं. साहिल और बेला स्कूल के रास्ते पर बीर बखूटियों को खोजते हैं. साहिल और बेला स्कूल के रास्ते पर खेत में बीर बखूटियों को खोजते हैं. അതാണ് ഇതിനകത്തെ ഘടന. രണ്ടാമത്തെ ഏത് സ്ഥലമാണ്? ഏത് സ്ഥലത്താണ് അവർ ബീർബൂട്ടികളെ അന്വേഷിക്കുന്നത്? തിരക്കഥയിൽ പ്രധാനമായിട്ട് വേണം സ്ഥലം എന്നാൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. അപ്പോൾ എവിടെ അടുത്ത സീൻ ഏത് സ്ഥലത്താണെന്നുള്ളത് എഴുതി വെക്കും. അതാണ് സ്ഥാൻ. ഇപ്പോൾ ഈയിടെയുള്ള സ്ഥാനം ഏതാണ് നമുക്കറിയാം. എവിടുന്നാണ് ബീർബൂട്ടികളെ പരത്തുന്നത്? വയലെന്നല്ലേ. അപ്പോൾ സ്ഥാൻ ഖേത്ത്. 3 സമയം. ഏത് സമയം? അത് വളരെ പ്രധാനമാണ് തിരക്കഥ. രാത്രികാലത്തെയും പകലും ഒക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും. അധികം വെളിച്ചം വേണ്ടാത്തത് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അതേ സമയം തന്നെ ഷൂട്ട് ചെയ്യണം. അതിനാണ് സമയം പറയുന്നത്. ഇപ്പോൾ ഏത് സമയമാണ് ഇവിടെ തിരക്കഥയിൽ ഈ ഒരു സംഭവം നടക്കുന്നത്? സ്കൂളിൽ പോകുമ്പോൾ അല്ലേ. അപ്പോൾ അത് രാവിലെയല്ലേ വേണ്ടത്. അപ്പോൾ സബേരെ 9 ബജെ. സമയം സബേരെ 9 ബജെ. എന്നാൽ പാത്ര ഓർ വേഷഭൂഷ, കഥാപാത്രങ്ങളും വേഷവിധാനങ്ങളും അതെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഥാപാത്രങ്ങളുടെ പ്രായം കൂടി നമ്മളിവിടെ സൂചിപ്പിക്കണം. അതെന്തിനാ? ഇപ്പോൾ ഒരു കുട്ടിയുടെ കഥാപാത്രമാണ് ചിത്രീകരിക്കേണ്ടതെങ്കിൽ അതിനൊരു 25-30 വയസ്സുള്ള ഒരാളെ കൊണ്ടുവന്നാൽ കുട്ടിയായിട്ട് ഒക്കില്ലല്ലോ. അപ്പോൾ കഥാപാത്രത്തിന് ഏതാണ്ട് എത്ര പ്രായം വേണം എന്നുള്ളത് അതിനനുസരിച്ച് കഥാപാത്രത്തിനനുസരിച്ചുള്ള അഭിനേതാവായിരിക്കണം. അതിനുവേണ്ടിയാണ് കൃത്യമായിട്ട് പ്രായം പറയുന്നത്. പാത്ര 1ാമത്തെ കഥാപാത്രം ആരെ? ഇതിനകത്ത് സാഹിലാണ്. 2 കഥാപാത്രങ്ങളാണ് കാര്യമായിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സാഹിൽ പിന്നെ ഏതാണ്ട് എത്ര വയസ്സ്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ 5 വയസ്സ്. 10 വയസ്സ്. കരീബ് 10 സാൽ കാ ലഡ്ക. സാഹിൽ കരീബ് 10 സാൽ കാ ലഡ്ക. വേഷം സ്കൂളിൽ പോകുന്നതല്ലേ, സ്വാഭാവികമായിട്ടും യൂണിഫോം ആയിരിക്കും. സ്കൂളി വർദി മേ. സാഹിൽ 10 സാൽ കാ ലഡ്ക സ്കൂളി വർദി മേ. 2ാമത്തെ കഥാപാത്രം ബേല. അതും അങ്ങനെ 10 സാൽ കി ലഡ്കി. മറ്റേ 10 സാൽ കാ ലഡ്ക 10 സാൽ കി ലഡ്കി. സ്കൂളി വർദ്ധിമേ. അതും സ്കൂൾ യൂണിഫോമിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലഡ്ക എന്ന് വന്നതുകൊണ്ട് കാ വന്നു, ലഡ്കി എന്ന് വന്നതുകൊണ്ട് കീ വന്നു. അത് തെറ്റിപ്പോകാൻ പാടില്ല. 5. അടുത്തത് ദൃശ്യകാ വിവരൻ. ആ സീനിനെ വിവരിക്കലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. പരീക്ഷയ്ക്ക് നമുക്ക് ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കുറച്ച് വിവരണങ്ങൾ, ഏത് ദൃശ്യത്തിനെ പറ്റി എഴുതുമ്പോൾ പറ്റുന്ന 2-3 സെൻറ്റൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ തിരക്കഥ എഴുതുമ്പോൾ പറഞ്ഞുതരും. 6ാമത്തത് ലാസ്റ്റ് സംഭാഷണം. ഇതിൻ്റെ അകത്ത് വരുന്ന സംഭാഷണം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞു. പട്കഥയിൽ സംഭാഷണം എഴുതുമ്പോൾ കഥാപാത്രത്തിൻ്റെ ഭാവം കൂടി അവിടെ സൂചിപ്പിക്കണം. ഉദാഹരണത്തിന് ആദ്യം നമ്മൾ സാഹിൽ ബേല ദേക്കോ എന്ന് പറയില്ലേ. അപ്പോൾ സാഹിൽ ആശ്ചര്യസേ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഇനി ബേല പറയുമ്പോൾ ബേല സാഹിലിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടല്ലേ പറയുന്നത്, മുടുക്കാർ തിരിഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സെൻറ്റൻസിനും എല്ലാ സംഭാഷണത്തിനും എഴുതണമെന്നില്ല. പറ്റുന്നിടക്ക് മാത്രം ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി.
അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് എഴുതണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തിരക്കഥ തയ്യാറായി, പട്കഥ തയ്യാറായിരിക്കുന്നു. 6 പോയിൻ്റ് ഓർമ്മ വെക്കണം. 6ഉം മറന്നു പോകാൻ വേണ്ടി പാടില്ല.